കോർണർ ഫുട്ബോളിലേക്ക് സ്വാഗതം. സ്പെയിൻ ഇന്നലെ എഞ്ചാതി കളിയായിരുന്നു മോനെ. തുർക്കിക്കെതിരെ ആറാടി എന്ന് വേണം പറയാൻ. വേൾഡ് കപ്പ് ക്വാളിഫയർ മാച്ചിൽ തുർക്കിയിലെ ഹോമിൽ ചെന്ന് തുർക്കിയെ 6-0 ഇന്നലെ പരാജയപ്പെടുത്തിയത്. ഈ സ്പെയിനെ ഭയക്കേണ്ടതുണ്ടോ? 2026 വേൾഡ് കപ്പിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫേവറേറ്റ് അത് സ്പെയിൻ തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാരണം അവരുടെ ഓരോ പൊസിഷൻ നോക്കിയാലും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സാണ് ഓരോ പൊസിഷനിലും ഉള്ളത്. വിങ്ങേഴ്സ് നോക്കുകയാണെങ്കിൽ ലാമിൻ യമാലും നിക്കോ വില്യംസ് അടങ്ങുന്ന ടീനേജർ, എന്തിനും എക്സ്പ്ലോഡിനും തയ്യാറായി നിൽക്കുന്ന 2 ടീനേജർ, അതുപോലെ തന്നെ കൂടെ ഒർസബാളും പിന്നെ ടോറസും മൊറാട്ടയും കൂടെ ഒപ്പമുണ്ട്. ഗൊൺസാല ഗാർസിയയും കൂടെ കൊണ്ടുവരേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി റയൽ മാഡ്രിഡ്. അതുപോലെ തന്നെ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡർ പെഡ്രി, ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡർ പെഡ്രി, കൂടെ റോഡ്രി, ഓൾമോ, മൈക്കൽ മെറീനോ, ഫെർമി ലോപ്പസ്, അതുപോലെ തന്നെ സുബമെൻഡി, ഫാബിയൻ റൂയിസ് അടങ്ങുന്ന ക്വാളിറ്റിയുള്ള മിഡ്ഫീൽഡ് തന്നെ ഡിലഫീൻഡേരെ സ്പെയിനുണ്ട് ഇപ്പം നിലവിൽ. ഇപ്പം ബാക്ക് ലൈനിലേക്ക് വരികയാണെങ്കിൽ ലിനോർമാൻഡ്, ഡീൻ ഹോയ്സൻ, കുബാർസി, റൗൾ അസൻസിയോ അടങ്ങുന്ന ക്വാളിറ്റിയുള്ള യങ്സ്റ്റേഴ്സിൻ്റെ ആ ഒരു ബാക്ക് ലൈനിൽ തന്നെ ഇപ്പോൾ നിലവിൽ സ്പെയിനുണ്ട്. അതുപോലെ തന്നെ കൂടെ റയയും ഒനെസിമേനും സാഞ്ചസും അടങ്ങുന്ന കാവൽക്കാരന്മാർ. നമുക്ക് 15 കൊല്ലം പിമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു സ്പെയിൻ ഉണ്ടായിരുന്നു. ആരും സ്കെയിലിയായി നോക്കപ്പെടുന്ന ഒരു സ്പെയിൻ 2010 മുതൽ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ഇനിയസ്റ്റ, ബുസ്കറ്റ്, സാബി അലോൺസോ, അതുപോലെ തന്നെ പെഡ്രോ, ഡാവിഡ് വില്ല, ടോറസ്, കാർലോസ് പുയോൾ, നമ്മുടെ പിക്കെ, റാമോസ്, കസിയസ് അടങ്ങുന്ന ഒരു സ്ക്വാഡ്. ഏതൊരു നാഷണൽ ടീമും ഭയത്തോടെ നോക്കിയൊരു സ്ക്വാഡ്. ടിക്കറ്റ് ആക്കാന്ന് പറഞ്ഞാൽ ഫുൾ ഫ്ലോയിൽ നിന്നൊരു സമയം. ആ സമയത്താണ് വേൾഡ് കപ്പും യൂറോ കപ്പൊക്കെ തുടർച്ചയായി സ്പെയിൻ കരസ്ഥമാക്കുന്നത്. ആ ഒരു സമയത്തെ ഒരു വൈബാണ് ഇപ്പോഴത്തെ പിള്ളേരിൽ തോന്നിപ്പിക്കുന്നത്. ആ ഒരു സമയത്തിന് ശേഷം പിന്നെ ഏജ് ഓവറായി, ഓരോ കളിക്കാർ ഏജ് ഓവറായി വന്നു. പിന്നെ ആ സ്പെയിൻ്റെ ഒരു പ്രഭാവം, ആ ഒരു ടിക്കറ്റ് ആക്കൊക്കെ മങ്ങി തുടങ്ങി. 2018 ലോകകപ്പിൽ റഷ്യയോട് തോറ്റ് പുറത്തായി. 2022 പിന്നെ മൊറോക്കോയുടെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പുറത്തായി. പിന്നെ യൂറോ കപ്പിൽ നിന്നൊക്കെ പുറത്തായി. പക്ഷേ 2022 വരുമ്പോഴേക്കും ലൂച്ചയുടെ കീഴിലാണ് അന്ന് വേൾഡ് കപ്പ് കളിക്കുന്നത്. ആ സമയത്തും നമ്മളെ പെഡ്രിയും ഓൾമോയും ഗാവിയും അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള ഫുട്ബോളർ ആ സമയത്തും ഉണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് ലൂച്ചോയുടെ ആ ഒരു ഗെയിം പ്ലാനിൽ ചെറിയ തെറ്റുകളൊക്കെ, കാരണം ഫൈനലത്തെ അറ്റാക്കിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കണ്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ ഒരു കൗണ്ടർ അറ്റാക്ക് വന്നാൽ പോലും മിക്കവാറും എല്ലാവരെയും വിളിച്ച് വരുത്തിക്കൊണ്ട് ഒരു സാമ്പാർ പരുവത്തിൽ ആ ഒരു കൗണ്ടർ അറ്റാക്ക് വരെ തുലയ്ക്കുന്ന രീതിക്കുള്ള കളിയായിരുന്നു ലൂച്ചോയുടെ കീഴിൽ സ്പെയിനിൽ കണ്ടത്. ആ ഒരു ലാസ്റ്റ് മാച്ച് മൊറോക്കോയ്ക്കെതിരെയുള്ള മാച്ച് അവർ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ തന്നെ 77% പൊസിഷൻ കീപ്പ് ചെയ്തു. പക്ഷേ അറ്റാക്ക് നോക്കുകയാണെങ്കിൽ 13 ഷോട്ടും 1 ഓൺ ടാർഗറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. അതേസമയം മൊറോക്കോയുടെ ഭാഗത്ത് 6 ഷോട്ട് 2 ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ലൂച്ചയ്ക്ക് പറ്റിയ തെറ്റ്. കാരണം ഫൈനൽ തേർഡിൽ ആ ഒരു ഇൻറ്റൻസിറ്റി ഇല്ലായ്മ, അതൊക്കെ ഡിലഫീൻഡോ വന്നതിന് ശേഷം അതൊക്കെ മാറ്റിയെടുത്തു. 2024 യൂറോ ചാമ്പ്യന്മാരാക്കി. പിന്നെ അതിനുശേഷമുള്ള നാഷണൽ ലീഗിൽ ഫൈനൽ വരെ കൊണ്ടെത്തിച്ചു. ഇപ്പോഴത്തെ പിള്ളേരങ്ങ് ടിക്കറ്റാക്ക തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഹെവി മെറ്റൽ ഫുട്ബോൾ പ്ലസ് കറേജ് പ്ലസ് ടീത്ത് പ്ലസ് ബ്ലാസ്റ്റ് എന്നൊക്കെ എല്ലാം ചേർക്കേണ്ടി വരും. കാരണം അമ്മാതിരി എന്തിനും പോകുന്ന പന്തടക്കവും എല്ലാം ഉള്ള ക്വാളിറ്റിയുള്ള ഡ്രിബിളായിരുന്നാലും ടെക്നിക്കൽ പരമായിട്ടായിരുന്ന എല്ലാ പൊസിഷനിലും എല്ലാ പ്ലേയേഴ്സിനും അതുണ്ട്. കാരണം പെഡ്രി എടുത്ത് നോക്കിയാൽ പോലും, നമ്മുടെ ഡീൻ ഹൂഴ്സ് എടുത്ത് നോക്കിയാൽ പോലും, ഈവൻ കൊക്കറെല്ലാം എടുത്ത് നോക്കിയാൽ പോലും, ലാമിൻ യമാൽ, വില്യംസ്, ഒസബമെൻഡി എന്ന് വേണ്ട എല്ലാവർക്കും അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. ആ ഒരു ക്വാളിറ്റിയെ ആ ഒരു റിസൾട്ടാക്കി മാറ്റാൻ ഡിലഫ്യൂണ്ടയ്ക്ക് കൊണ്ട് സാധിച്ചു. കാരണം ഇന്നലത്തെ കളിയിലോട്ട് വരികയാണെങ്കിൽ 2ാമത്തെ ഗോൾ, ആ മൈക്കൽ മെറീനോ നേടുന്ന 2ാമത്തെ ഗോൾ കണ്ടില്ലേ? കാരണം ആ ഒരു സമയത്ത് തുർക്കി പ്ലേയേഴ്സിൻ്റെ ആ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് സഹതാപം വന്നു പോയി. കാരണം പന്ത് ആ ഒരു മൂന്ന് പാസിലൂടെ 4ാമത്തെ പാസിലാണ് മൈക്കൽ മെറീന ഒരു ഗോൾ നേടുന്നത്. അവർ എന്താണ് പന്ത് എവിടെ എന്ന് പോലും ആ ഒരു തുർക്കി പ്ലേയേഴ്സിൻ്റെ നോട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹതാപം വന്നു പോയി. ആ ഒരു എൻ്റെ പോലെ വല്ലാത്ത ജാതി ടിക്കറ്റ് ആക്കായിരുന്നു നമ്മൾ ആ സമയത്ത് കണ്ടത്. ആ ഫസ്റ്റത്തെ ഗോൾ പെഡ്രി നേടുന്ന ഒരു ഫസ്റ്റത്തെ ഗോൾ ഇത് തന്നെയാണ്. ടേക്കോണുകൾ നമ്മൾ ആ ലൂച്ചയുടെ ഭാഗത്തു നിന്ന് കാണാതെ പോയ ടേക്കോണുകൾ, ബാൾ കേരിങ് റണ്ണുകൾ, ക്വിക്ക് അറ്റാക്കുകൾ, അതാണ് ഡിലഫീൻഡോ ഈ ഒരു നിലവിലെ സ്പെയിനിലെ സ്ക്വാഡിൽ മാറ്റിയെടുത്തത്. ഇന്നലെ തന്നെ ആ പെഡ്രി ചലനോഗ്ലുവിനെ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ആ പെഡ്രിയുടെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത് പെഡ്രി അദ്ദേഹത്തിനെ മറികടന്നുകൊണ്ടാണ് ആ ഒരു ഫസ്റ്റത്തെ ഗോൾ നേടുന്നത്. 6ാമത്തെ മിനിറ്റിൽ ആ ഒരു ഗോൾ നേടുന്നത്. എൻ്റെ മോനെ വല്ലാത്ത ജാതി കളിമോനെ. അതുപോലെ തന്നെ ആ കൗണ്ടർ അറ്റാക്കിൽ വരുന്ന നീക്കങ്ങളൊക്കെ നേരത്തെ ആണെങ്കിൽ ലൂച്ചയുടെ കീഴിൽ എല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ആ കൗണ്ടർ അറ്റാക്ക് തുലയ്ക്കുന്ന രീതിക്കാണ്. അത് ലൂച്ചയ്ക്ക് അത് മനസ്സിലായി. ഇപ്പോൾ PSC വന്നതിന് ശേഷം ലൂച്ച ആ ഒരു തന്ത്രം മാറ്റിമറിച്ചു.
ഇപ്പോൾ PSG നല്ല വൃത്തിയായിട്ട് കളിക്കുന്നുണ്ട്. ലുച്ചയുടെ ആ ഒരു അതിൽ നിന്ന് മനസ്സിലായത് തന്നെയാണ്. ഇപ്പം സ്പെയിൻ്റെ ഡിലഫോൻ്റെ കീഴിൽ സ്പെയിൻ ഇപ്പം നല്ല ക്വാളിറ്റിയുള്ള രീതിക്കാണ് അത് കളിക്കുന്നത് ഫൈനൽ തേർഡിൽ. കാരണം ഇന്നലത്തെ 3, 4, 5, 6 ഗോളുകൾ ഇപ്പോൾ മൈക്കൽ മെറിനെ നേടുന്ന ഗോളായിരുന്നാൽ പോലും പെഡ്രി നേടുന്ന ഗോളായിരുന്നു. നമ്മൾ അവസാന നിമിഷം പെഡ്രി നേടുന്ന ഗോളായിരുന്നാൽ പോലും ടാക്ക് ഓൺ ചെയ്ത് മുന്നേറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ ഒയർസാബാൾ ആയിരുന്നാലും അതുപോലെ തന്നെ ലാമിൻ യമാൽ ആയിരുന്നാലും ടാക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ലാമിൻ യമാലിൻ്റെ കാലിൽ ബാൾ കിട്ടിയാൽ പിന്നെ പറയണ്ട, പുള്ളി ശതവേഗം അങ്ങ് ആ ഒരു ബോക്സിലേക്ക് കുതിക്കുകയാണ്. അതും നിക്കോ വില്യംസ് ആയിരുന്നാൽ പോലും. നിക്കോ വില്യംസ് ഒരു അസിസ്റ്റ് നേടി, ലാമിൻ യമാൽ 2 അസിസ്റ്റ് നേടി, ഒയർസാബാൾ 3 അസിസ്റ്റ് നേടി. മൈക്കൽ മെറിൻ ഒരു വെഴ്സാലിറ്റി പ്ലെയർ മോനെ എല്ലായിടത്തും ഉണ്ട്. കാരണം പുള്ളി ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, സ്ട്രൈക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇന്നലെ മിഡ്ഫീൽഡാണ് കളിച്ചത്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡായിട്ട് കളിക്കാൻ പറ്റും. പുള്ളി ഡിഫൻസിലും വന്ന് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. വെഴ്സാലിറ്റി പ്ലെയർ. ഹാട്രിക് ഇന്നലെ ഹാട്രിക് എൻ്റെ മോനെ വല്ലാത്ത ജാതി 2ാമത്തെ ഗോൾ. അതുപോലെ തന്നെ ബോക്സിൽ നിന്ന് വെളിയിൽ നിന്ന് ആ 3ാമത്തെ ഗോൾ എല്ലാം കൂടെ ചേർത്ത് ഹാട്രിക് ഇന്നലെ നേടി. അതുപോലെ തന്നെ പെഡ്രിയുടെ ലാസ്റ്റ് ഗോൾ ഒരു കൗണ്ടർ അറ്റാക്ക് നിന്ന് ഒയർസാബാളിൻ്റെ അസിസ്റ്റ് നിന്നാണ് ആ ഒരു ഗോൾ നേടുന്നത്. എങ്കിലും ഇപ്പോഴത്തെ സ്പെയിൻ്റെ കളി എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ടിക്കറ്റാക്ക് പ്ലസ് ഹൈ മെൻറ്റാലിറ്റി ഫുട്ബോൾ, ഹൈ മെറ്റഡ് ഫുട്ബോൾ എന്ന് വേണം പറയാം. നമ്മുടെ എന്താ പറയുക, ഒരു ന്യൂ ജനറേഷൻ ടിക്കറ്റാക്ക എന്ന് വേണം പറയാം. ഈ ഒരു സ്പെയിൻ എന്തായാലും ഭയക്കേണ്ടി വരും. കാരണം തുർക്കി അത്ര ക്വാളിറ്റി ഇല്ലാത്ത ടീമൊന്നുമല്ല, ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് തന്നെയാണ് അവർക്കുള്ളത്. അവർ മൊത്തത്തിൽ വെള്ളം കുടിച്ചു പോയി. 50-50 പൊസിഷനായിരുന്നു കീപ്പ് ചെയ്തത്. പക്ഷേ 21 ഗോളിൽ 12 ഓൺ ടാർഗറ്റുകൾ. അതുപോലെ തന്നെ ലാമിൻ യമാലിനും നിക്കോ വില്യംസിനും കിട്ടിയ ആ ഒരു ചാൻസ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ ഇതൊന്നുമല്ല ആ ഒരു സ്കോർ ലൈൻ. ബ്യൂട്ടിഫുൾ ഫുട്ബോൾ മാൻ. ഈ വരുന്ന വേൾഡ് കപ്പിൽ ഏതൊരു ടീമും സ്കേരിയോടെ നോക്കേണ്ട ഒരു ടീം തന്നെയാണ് നമ്മുടെ ഈ സ്പെയിൻ എന്ന് പറയുന്നത്. അത്രയും ചോരത്തിളപ്പ് മാറാത്ത യങ്സ്റ്റേഴ്സ്. ഫാബിയൻ റൂയിസ് ഫിറ്റായി വരുമ്പോൾ ആ ഒരു മിഡ്ഫീൽഡ് തന്നെ ഒരു അംഗം തന്നെ കാണും. കാരണം സുബമെൻഡി, പെഡ്രി, ഗാവി, ഫെർമിൻ ലോപ്പസ്, പിന്നെ നമ്മുടെ ഓൾമോ അടങ്ങുന്ന ഒരു മിഡ്ഫീൽഡിന് വേണ്ടിയുള്ള അംഗം തന്നെ ആ ഒരു സ്പെയിൻ്റെ ആ ഒരു സ്ക്വാഡ് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സാണ് ഇപ്പോൾ നിലവിൽ സ്പെയിനുള്ളത്. ഒപ്പം ലാമിൻ യമാലിൻ്റെ ഫാസ്റ്റും നിക്കോ വില്യംസിൻ്റെ ഫാസ്റ്റും. എനിക്ക് തോന്നുന്നു ഒരു അല്പം കൂടെ ഒയർസാബാൾ ആണെങ്കിൽ ഒരു പ്രോപ്പർ ഒരു സ്ട്രൈക്കർ അല്ല. പുള്ളിക്കാരൊരു നമ്പർ 10 രീതിക്കോ അല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന ഒരു താരമാണ്. ഒരു പ്രോപ്പർ ഒരു സ്ട്രൈക്കർ കൂടെ ഗോൺസാലസ് ഗാർസിയ പോലത്തെ ഒരു സ്ട്രൈക്കർ കൂടെ കൊണ്ടുവരേണ്ടതാണ്. മൊറാട്ടയ്ക്കൊക്കെ ഏജ് ഓവറായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഫെറാൻ ടോറസ് ഇന്നലെ ഒരു ഗോൾ നേടുന്നുണ്ട്. എങ്കിലും എൻ്റെ മോനെ ഇന്നലത്തെ കളി എന്ന് വെച്ചാൽ വല്ലാത്ത ജാതി കളി തന്നെ. കാരണം ഈ വരുന്ന വേൾഡ് കപ്പിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫേവറേറ്റ് നമുക്ക് കണ്ണുമടച്ച് പറയാം സ്പെയിൻ തന്നെയാണെന്ന്. അപ്പോൾ എന്തായാലും സ്പെയിൻ്റെ ഈ സ്ക്വാഡ്, ഈ ഒരു ടീം, ഈ യങ്സ്റ്റേഴ്സ് അടങ്ങുന്ന ഈ ക്വാളിറ്റിയുള്ള ടീമിന് എന്തായാലും വരും വേൾഡ് കപ്പിൽ ഏത് ടീം ഭയക്കപ്പെടുന്ന ഒരു സ്കേരി ടീം തന്നെയാണ്. ഈ അറ്റാക്കിലായിരുന്നാലും പൊസിഷനിലായിരുന്നാലും എല്ലാ മേഖലയിലും യങ്സ്റ്റേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു ക്വാളിറ്റിയുള്ള ടീം തന്നെയാണ് ഈ സ്പെയിൻ ഉള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുമായിരിക്കും. നമസ്കാരം.